എല്ലാവർക്കും മലയാളി സ്റ്റാറ്റിസ്റ്റിഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർ പ്രോഗ്രാമിങ്ങിൽ എങ്ങനെ ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ചെയ്യാമെന്നതാണ്. അതായത് ആർ പ്രോഗ്രാമിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് എങ്ങനെ വേരിയബിൾസും സ്കെയിലാസിനെയും അതുപോലെ വെക്ടേഴ്സിനും നമുക്ക് എങ്ങനെ കൊണ്ടുവരാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്ത ഒരു സി ഫംഗ്ഷനും ഒരു സീക്വൻസ് ഫംഗ്ഷനും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളതിന് ലിങ്ക് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ വീഡിയോയിലോട്ട് വരാം. ഓക്കെ, അതുപോലെ തന്നെ ആർ പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്, അത് എങ്ങനെ നമുക്ക് ഇൻ്റർനെറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും, അതുപോലെ ആർ സ്റ്റുഡിയോ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളും അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം തുടങ്ങിയതിനെ പറ്റിയല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കാണാത്തവർ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും ഞങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ഇൻപുട്ട് ഫംഗ്ഷനിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഫംഗ്ഷനാണ്. അതിന് പറയുന്ന പേരാണ് റിപ്ലിക്കേഷൻ. അതായത് REP എന്നാണ് അതിൻ്റെ കോഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ആർ കൺസോളിലോട്ട് അല്ലെങ്കിൽ ആർ എഡിറ്ററിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ മൂന്നാമത്തെ ഫംഗ്ഷനാണ് ഞാനിവിടെ ഡിഫൈൻ ചെയ്യുന്നത്. രണ്ട് ഫംഗ്ഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂന്നാമത്തെ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. എൻ്റെ 3 എന്നാണ് ഫംഗ്ഷൻ്റെ നമ്പർ കൗണ്ട് വരുന്നത്. എൻ്റെ കോഡ് വരുന്നത് REP എന്നാണ് കോഡ് വരുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ ഒരു സ്പേസ് എൻ്റർ കൊടുക്കുന്നു. അതിനുശേഷം REP എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അതിൽ വരേണ്ട കാര്യങ്ങൾ റിപ്ലിക്കേഷൻ എന്ന് റിപ്ലിക്കേറ്റ് ചെയ്യേണ്ട വാല്യൂസ് ഏതാണ്, അതെങ്ങനെ ചെയ്യണം, എത്രത്തോളം ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരു ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് റിപ്ലിക്കേറ്റ് ചെയ്യേണ്ട നമ്പർ എന്ന് പറയുന്നത് എനിക്ക് 5 എന്ന് പറയുന്ന നമ്പർ എനിക്ക് ഒരു 10 തവണ റിപ്ലിക്കേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ് വരുന്നത്. 5 എന്ന് പറഞ്ഞു ആദ്യം ടൈപ്പ് ചെയ്തു. അതിനുശേഷം കോമ ഇട്ടു 10 എന്ന് ടൈപ്പ് ചെയ്തു. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ REP സിമ്പിൾ ബ്രാക്കറ്റിൽ 5,10 ഇതാണ് എൻ്റെ കോഡ് എന്ന് പറയുന്നത്. ഞാൻ അതിന് ശേഷം അത് റൺ ചെയ്യാൻ പോവുകയാണ്. അത് റൺ ചെയ്യാനായിട്ട് ഞാൻ ആ ലൈനിൽ എവിടെ വേണമെങ്കിലും ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ കൊണ്ടുപോയിട്ട് റൺ അടിക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടി, 5 എന്ന് പറയുന്ന നമ്പർ എനിക്ക് 10 തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണും. ഇതാണ് എനിക്ക് റിപ്പീറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനോടുള്ള യൂസ്. ഇതിപ്പോൾ നമ്മൾ ചെയ്തത് ഏറ്റവും സിമ്പിളായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിളിന് വേണ്ടിയിട്ടാണ് ചെയ്തത്, അതായത് ന്യൂമറിക്കൽ വേരിയബിൾ. നെക്സ്റ്റ് ഞാൻ ക്വാളിറ്റേറ്റീവ് വേരിയബിൾ, അതായത് ക്യാരക്ടർ വേരിയബിൾ എങ്ങനെ ചെയ്യാൻ നോക്കി നോക്കാം. അപ്പോൾ അതിനും സിമിലർ ആയിട്ടുള്ള ഫാഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. REP സിമ്പിൾ ബ്രാക്കറ്റിൽ ഞാൻ ഓപ്പൺ ചെയ്തു. എനിക്ക് ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ ഞാൻ ക്യാപിറ്റൽ ലെറ്റർ A എന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഒരു കോമ ഇട്ടു. അതെനിക്ക് റിപ്പീറ്റ് ചെയ്ത് വരേണ്ടത് 10 തവണയാണ് റിപ്പീറ്റ് ചെയ്ത് വരേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിനെ 10 എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, റൺ ചെയ്യുന്നു. ഇത് റൺ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നു, ക്യാപിറ്റൽ ലെറ്റർ A എന്ന് പറയുന്നത് 10 തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാം. ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ വീഡിയോ കണ്ട് 1-2 പേര് സംശയം ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റിൽ 1 എന്ന് വരുന്നത് എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടുത്തതായിട്ട് റിപ്പീറ്റിൽ ഒരു കാര്യം കൂടി ചെയ്യാൻ പോവുകയാണ്. REP എന്ന് ടൈപ്പ് ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഞാൻ 1 എന്ന് പറഞ്ഞ നമ്പർ ഞാൻ 20 തവണ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. എന്താണ്, 1 എന്ന് പറഞ്ഞ നമ്പർ 20 തവണ റിപ്പീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി, ഇത് ഒരു ലൈനിൽ, ഇത് കറക്റ്റ് ഒരു ലൈനിൽ കൊള്ളാവുന്ന നമ്പേഴ്സേ ഉള്ളൂ, രണ്ടാമത്തെ ലൈനിലോട്ട് വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് ഞാൻ കുറച്ചും കൂടി ചെറുതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കുറച്ച് ഞാൻ ചെറുതാക്കി. അപ്പോൾ ആർ കൺസോളിൻ്റെ വലുപ്പം കുറഞ്ഞു, ആർ എഡിറ്ററിൻ്റെ വലുപ്പം കൂടി. അപ്പോൾ അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, ഇതേ പ്രോഗ്രാം ഞാൻ ഒരു തവണയും കൂടി റൺ ചെയ്യാൻ പോവാണ്. REP എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, 1,20 എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ റൺ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് നോക്കൂ, ഇവിടെ ഈ നേരത്തെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് 1 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് 1 വന്നു, കുറച്ച് നമ്പേഴ്സ് വന്നു. അതിനുശേഷം വീണ്ടും സ്ക്വയർ ബ്രാക്കറ്റിൽ 15 എന്ന നമ്പർ വന്നു. കാരണം ഇത് ഉദ്ദേശിക്കുന്നത് പൊസിഷനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ ഔട്ട്പുട്ടിലെ ഫസ്റ്റ് പൊസിഷൻ എലമെൻ്റ് ആണ് ഈ സ്ക്വയർ ബ്രാക്കറ്റ് 1ൽ നേരെ കിടക്കുന്നത്. ഇവിടെ എണ്ണി നോക്കി നമുക്ക് കിട്ടും 14 നമ്പേഴ്സ് ഇവിടെ കിടക്കുന്നുണ്ടായിരിക്കും. 15ാമത്തെ നമ്പറിനെ ഈ ലൈനിൽ കൊള്ളില്ല. കാരണം നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു വിൻഡോയിൽ 14 നമ്പേഴ്സേ കൊള്ളുന്നുള്ളൂ. അതുകൊണ്ട് അവർ 14 നമ്പേഴ്സ് ഇവിടെ വെച്ചതിന് ശേഷം 15ാമത്തെ നമ്പറിനെ നെക്സ്റ്റ് ലൈനിലോട്ട് ഇട്ടു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ലൈനിലാണ് ഈ 15ാമത്തെ നമ്പർ എടുക്കുന്നത്. അല്ലെങ്കിൽ നെക്സ്റ്റ് ലൈനിലെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് ആ വെക്ടറിലെ 15ാമത്തെ പൊസിഷനിലെ എലമെന്റ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ സ്ക്വയർ ബ്രാക്കറ്റിൽ എന്ത് വന്നിട്ടുള്ളത്, 15 എന്ന് എഴുതി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പൊസിഷൻ്റെ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് പേർക്ക് ക്ലിയർ ആയിട്ടില്ല എന്ന് കമൻറ്റ് കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എടുത്തത്. അതായത് നമ്മൾ റിപ്പീറ്റ് 1 എന്ന് പറയുന്ന ഫംഗ്ഷനെ 20 തവണ റിപ്പീറ്റ് ചെയ്തത്.
ഓക്കെ, ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് റിപ്പീറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. അത് വളരെ എലിമെൻ്ററി ആയിട്ടുള്ള ഫംഗ്ഷനാണ്, നമുക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇതുപോലെ നമുക്ക് യൂസ് ചെയ്യാവുന്ന അടുത്തൊരു ഫംഗ്ഷനാണ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. അതെല്ലാവർക്കും ആവശ്യം വരാവുന്നതാണ്. ലെറ്റേഴ്സ് രണ്ട് തരത്തിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. അതായത് നമുക്ക് ലെറ്റേഴ്സിൻ്റെ യൂസ് ചെയ്യുന്ന സമയത്ത് ABCD അങ്ങനെ നമുക്ക് 10 ലെറ്റേഴ്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് 10 ലെറ്റേഴ്സും ടൈപ്പ് ചെയ്ത് വെക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് ടൈപ്പ് ചെയ്ത് നോക്കി നോക്കാം. ക്യാപിറ്റൽ ലെറ്റർ LET എന്നടിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു നോക്കൂ, നമ്മളിപ്പോൾ ഞാൻ അടിച്ചിട്ടുള്ളത് ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ നോക്കേണ്ട ആവശ്യമില്ല. ഒരു ഓട്ടോമാറ്റിക്കലി രണ്ടിൻ്റെയും സജഷൻ തന്നിട്ടുണ്ട്. ഞാൻ ഒരു ക്യാപിറ്റൽ ലെറ്റർ ലെറ്റേഴ്സ് ഞാൻ ചൂസ് ചെയ്യുന്നു. അപ്പോൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ചൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 1 എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഈ ലൈൻ മാത്രം ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ലെറ്ററിനെ മാത്രം കിട്ടും. ഓക്കെ, ഇത് വളരെ എളുപ്പമാണ്. അതേപോലെ തന്നെ ഈ ലെറ്റേഴ്സ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് ലെറ്റേഴ്സ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഞാൻ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 2:3 നമ്മൾ പറഞ്ഞിട്ടാണ് 2:3 എന്ന് ഉദ്ദേശിക്കുന്നത് 2 മുതൽ 3 വരെ. 2:3യുടെ സ്ഥാനത്ത് 2:5 ആയിരുന്നെങ്കിൽ 2, 3, 4, 5 4 എലമെൻറ്റ്സ് അവിടെ വരും. ഓക്കെ, അപ്പോൾ അത് മാത്രം ഞാൻ റൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? എൻ്റെ ആൽഫബറ്റിക്സിലെ 2ാമത്തെ പൊസിഷനിലെ എലമെൻറ്റ് മുതൽ 5ാമത്തെ പൊസിഷനിലെ എലമെൻറ്റ്സിനെ വരെ എനിക്ക് പ്രിൻറ്റ് ചെയ്യിക്കാൻ സാധിക്കും. ഓക്കെ, അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അതേപോലെ തന്നെ സ്മോൾ ലെറ്റർ ആണ് എനിക്ക് വേണ്ടതെങ്കിൽ ഞാൻ ലെറ്റേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ തന്നെ അവിടെ സജഷൻ വരുന്നു. എപ്പോഴും സജഷൻസ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം സിൻടാക്സിൽ ഒരു എററും വരാതിരിക്കാൻ എപ്പോഴും സജഷൻസ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, അവിടെ ഞാൻ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നു. എനിക്ക് 10ാമത്തെ എലമെൻറ്റ് ഓക്കെ 10ാമത്തെ എലമെൻറ്റ് മുതൽ ഒരു 20ാമത്തെ എലമെൻറ്റ് വരെയാണ് എനിക്ക് വേണ്ടതെങ്കിൽ ഞാൻ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നു. അതിന് ശേഷം ഞാൻ ഇത് റൺ ചെയ്യുന്നു. അപ്പോൾ 10ാമത്തെ എലമെൻ്റ് ആയിട്ട് വരുന്നത് J ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 8 പൊസിഷൻ കഴിയുമ്പോഴാണ് 7 പൊസിഷൻസ് ഇവിടെ വന്നു. 8ാമത്തെ പൊസിഷനിലാണ് Q വരുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ വളരെ നല്ല നീറ്റായിട്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന വളരെ നല്ലൊരു ഫംഗ്ഷൻ തന്നെയാണ്. അപ്പോൾ ആൽഫബറ്റിക് ലെറ്റേഴ്സ് അപ്പോൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും വേണ്ടി വരുന്നതാണ് ലെറ്റേഴ്സ്. ആ ലെറ്റേഴ്സ് അതുപോലെ SH ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് സ്കാൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. സ്കാൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മളിതുപോലെ തന്നെ നമുക്ക് വളരെ നന്നായി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ 4ാമത്തേതായിട്ട് നമ്മൾ പറയുന്നതാണ് സ്കാൻ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ സ്കാൻ ഫംഗ്ഷൻ എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക? അപ്പോൾ ഞാനിവിടെ എഴുതേണ്ടത് ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഉള്ളിലോട്ട് ഞാൻ കുറച്ച് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പോവാണ്. ഞാൻ സ്കാൻ എന്ന് ടൈപ്പ് ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. സ്കാൻ ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി സ്കാൻ എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് കാണിക്കുന്നത്. അത് പലരും യൂസ് ചെയ്ത് കണ്ടിട്ടില്ലാത്തൊരു ഫംഗ്ഷനാണ് സ്കാൻ, ഡാറ്റ എൻട്രിക്ക് വേണ്ടിയിട്ട്. പക്ഷെ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം എൻ്റെ കയ്യിൽ ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. 10 നമ്പേഴ്സ് എൻ്റെ കയ്യിലുണ്ട് വിചാരിക്കുക. ആ നമ്പേഴ്സ് എനിക്ക് എക്സിനോട്ട് സ്റ്റോർ ചെയ്യണം. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാളുണ്ട്, അയാളത് വായിച്ച് തരാൻ വില്ലിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്റ്റോർ ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് സ്കാൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ x = സ്കാൻ എന്ന് ഞാൻ ആദ്യം ടൈപ്പ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു? ഈ ലൈനെ റൺ ചെയ്തു. ഓക്കെ, ഇത് റൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എന്തോന്നു? x സ്കാൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് വന്നു. എന്നിട്ട് ഇവിടെ ഒരിക്കലും ഗ്രേറ്റർ ദാൻ സിമ്പിളിൽ പിന്നെ വരുന്നില്ല, പിന്നെ വരുന്നത് 1 കോളൻ ആയിട്ടാണ് കിടക്കുന്നത്. അതായത് ഫസ്റ്റത്തെ പൊസിഷനാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഫസ്റ്റ് പൊസിഷനിലോട്ട് നമുക്ക് എന്താണ് എൻ്റർ ചെയ്യേണ്ടതെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 2 എന്ന് എൻ്റർ ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഒരു തവണ എൻ്റർ ടൈപ്പ് ചെയ്തപ്പോൾ എനിക്ക് വീണ്ടും വരുന്നത് 2 എന്നാണ്. നമുക്കറിയാം ഗ്രേറ്റർ ദാൻ എന്നുള്ള സിമ്പിൾ വന്നാലാണ് അവിടുത്തെ ഫംഗ്ഷൻ റൺ ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത ഫംഗ്ഷൻ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഗ്രേറ്റർ ദാൻ എന്ന സിമ്പിൾ വന്നിട്ടില്ല. അതിനർത്ഥം ഇവിടെ എന്തോ ഒരു ഫംഗ്ഷൻ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെന്താണ്? സ്കാൻ ഫംഗ്ഷനാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ നമ്മൾ 2 എന്ന് പറഞ്ഞ വാല്യൂ ചൂസ് ചെയ്തു. ഇനി സെക്കൻഡ് പൊസിഷനിൽ എന്ത് വേണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ 5 എന്ന് ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ ഒരു തവണ എൻ്റർ അടിച്ചാൽ വീണ്ടും 3 എന്ന് വന്നു. അപ്പോൾ തേർഡ് പൊസിഷനിൽ എന്ത് വേണം? ഞാൻ 6 എന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, എൻ്റർ അടിച്ചു. അപ്പോൾ ഫോർത്ത് പൊസിഷനിലെ എലമെൻറ്റ് വേണം, ഞാൻ 10 എന്ന് ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റർ അടിച്ചു. എന്നിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് 4 പൊസിഷനിലെ വാല്യൂസ് ഉള്ളൂ എക്സിൽ. ആ 4 പൊസിഷൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഒരു തവണ എൻ്റർ അടിച്ചപ്പോൾ എനിക്ക് 5 എന്ന് കാണിച്ചു. ഒരു തവണയും കൂടി ഞാൻ എൻ്റർ അടിക്കുമ്പോൾ എന്തായിട്ട് മാറി? അവിടെ അത് റീഡ് 4 ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് അത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ തന്നെ നമുക്ക് താഴെ നോക്കിയാൽ കാണാം, നമ്മുടെ ഗ്ലോബൽ എൻവയോൺമെൻറ്റിൽ നമുക്ക് 2, 5, 6, 10 എന്ന് പറയുന്ന 4 വാല്യൂസ് എക്സിൽ സ്റ്റോർ ചെയ്തതായിട്ട് കാണിക്കാം. നമുക്കതൊന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എക്സ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് 2, 5, 6, 10 ആണ് കിട്ടുക എന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ഫംഗ്ഷനാണ്. ഇതോടെ ആർ എന്ന് പറയുന്ന നമ്മുടെ പ്രോഗ്രാമിലോട്ട് എങ്ങനെ വേരിയബിൾസ് അതല്ലെങ്കിൽ ഡാറ്റ നമുക്ക് ഡയറക്റ്റായി
കയറ്റാം എന്നതിനെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ പറഞ്ഞ ഫങ്ഷൻസുകളല്ലാതെ ഒരുപാട് ഫങ്ഷൻസുകൾ ആറിൽ അവൈലബിൾ ആണ്. പക്ഷേ ഈ പറയുന്ന നമ്മൾ ഡിഫൈൻ ചെയ്ത 4 പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എല്ലാവിധ ഡാറ്റകളെയും ആറിലോട്ട് കയറ്റാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ സ്പ്രെഡ്ഷീറ്റിൽ നിന്ന് എങ്ങനെ ആറിലോട്ട് ഡാറ്റയെ കയറ്റാം, അതുപോലെ തന്നെ ആറിൽ ഓൾറെഡി ഉള്ള ഡാറ്റ സെറ്റുകൾ എങ്ങനെ ഉപയോഗിക്കാം തുടങ്ങിയ കാര്യങ്ങളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസോ അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.